2-3 വയസ്സായ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. കുഞ്ഞു കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാനുള്ള ടിപ്പ് എന്താണെന്നാണ് ഇവിടെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്കിത് പറയാൻ നല്ല പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ കൊച്ചു മക്കളെ കൊണ്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് വെള്ളം കുടിപ്പിക്കരുത് എന്നുള്ള ഒരു ചെറിയൊരു അപേക്ഷ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. പക്ഷെ ആള് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ കൊച്ചു കുട്ടികളെ വെള്ളത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ കുട്ടീനെ കൃത്യമായിട്ട് പിടിച്ചിരിക്കണം. മാക്സിമം കുട്ടിക്ക് വെള്ളത്തോടുള്ള ഭയം മാറ്റി കൊടുക്കാനായിട്ടാണ് മാക്സിമം ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഒരു വയസ്സായ കുട്ടീനെ 2 വയസ്സായ കുട്ടീനെ ഓടിപ്പോയിട്ട് നമുക്ക് ഫ്രീ സ്റ്റൈലും ബാക്ക് സ്ട്രോക്കും ബട്ടർഫ്ലൈ ഒന്നും പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ ആ പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കഴുത്ത് വരെ ഒന്ന് മൂവ് ചെയ്യിക്കുക, പിന്നെ മൂവ് ചെയ്യിക്കുക. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മാത്രമാണ് ആ കുട്ടീനെ ഒന്ന് ഡിപ്പ് ചെയ്യിക്കാനൊക്കെ പാടുള്ളൂ. ഓടി ചെന്നിട്ട് ഫസ്റ്റ് ദിവസം തന്നെ മുക്കി പൊന്തിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. പിന്നെ അതുപോലെ കുട്ടീനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കുക, ബാക്ക് ഫ്ലോട്ട് ചെയ്യിപ്പിക്കുക, ഫ്രണ്ട് ഫ്ലോട്ട് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്റെ കയ്യിലൊരു കുട്ടി വേണം. അതുകൊണ്ട് കുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പറയണത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഫ്ലോട്ട് ചെയ്യിക്കാൻ പറ്റും, ബാക്കിലേക്ക് ഫ്ലോട്ട് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ കഴുത്ത് വരെ വെള്ളത്തിൽ നമുക്ക് ഈ കുട്ടീനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ പേടി മാറാനായിട്ട് ഇടയാവും. പിന്നെ കുട്ടീനെ കൊണ്ട് പതുക്കെ ടിപ്പ് ചെയ്യിപ്പിക്കുക, പിന്നെ കിക്ക് പിടിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. അറ്റ് ദ സെയിം ടൈം കൈ അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് വേണം അതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ. ഇത് കൂടുതലും ചെയ്ത് കാണിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. അതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എങ്കിലും കമന്റ് ഇട്ട സ്ഥിതിക്ക് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇതുപോലെ ഉപകാരപ്രദമാകുന്ന കമന്റുകൾ ഇടുകയാണെങ്കിൽ നല്ല വീഡിയോസ് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.